നമസ്കാരം. ആയേയോ ഏരറ്ററ്റെ ഏരറ്ററ്റെ ഓയേ ഓയേ ആയിരം കാതം വടവടക്കൊന്നു വരവതുണ്ടൻ്റെ മാവേലി മാനുഷരുടെ വാഴ്ച കാണാൻ വരവതുണ്ടൻ്റെ മാവേലി അത്തം ചിത്തിരച്ചോതിപ്പൂവേ ആടിത്തിമർക്കടി വേദപ്പെണ്ണെ അത്തം പത്തിനു പൊന്നോണമായിടി സദ്യയൊരുക്കി നീ നല്ലോണം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് പതിരും കതിരും. വിജയനഗര രാജാവായിരുന്ന കൃഷ്ണദേവരായരും അദ്ദേഹത്തിൻ്റെ സദസ്യനായ തെന്നാലി രാമനും തമ്മിലുള്ള ഒരു സംഭാഷണം രസകരമാണ്. ഒരിക്കൽ രാജാവ് കൊട്ടാരത്തിലെ എല്ലാവർക്കും ഒരു പശുവിനെ വീതം നൽകി. അവയെ നന്നായി വളർത്താൻ ആവശ്യപ്പെട്ടു. എന്നാൽ രാമൻ തൻ്റെ പശുവിന് ആവശ്യത്തിന് പുല്ല് നൽകാതെ ദിവസവും കുറച്ചു മാത്രം കൊടുത്തു. ഒരു ദിവസം രാജാവ് ചോദിച്ചു, രാമ, നിന്റെ പശു മാത്രം എന്താ ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നത്? നീ അതിന് ഒന്നും കൊടുക്കാറില്ലേ? അപ്പോൾ തെന്നാലിരാമൻ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: പ്രഭു, അങ്ങയുടെ രാജ്യത്തെ പുല്ലിൻ്റെ രുചി കണ്ട് പശുവിന് ഭ്രാന്ത് പിടിക്കാതിരിക്കാൻ ഞാൻ അതിന് മിതമായി മാത്രമേ ഭക്ഷണം നൽകുന്നുള്ളൂ. നമ്മുടെ വിജയനഗര സാമ്രാജ്യം പാതാളത്തിൽ ആണ്ടുപോയതിനു ശേഷമുള്ള ആദ്യത്തെ ഓണമാണിത്. എന്തു ചെയ്യാം, ഈ ഓണക്കാലത്തും നമ്മുടെ സഖാക്കൾ വല്ലാതെ മെലിഞ്ഞു പോയിരിക്കുന്നു. നാട്ടിൽ ഇഷ്ടം പോലെ പുല്ലും വൈക്കോലും പരുത്തിക്കുരു ഉണ്ടെങ്കിലും തെന്നാലിരാമൻ്റെ പശുവിൻ്റെ അവസ്ഥയാണ് അവറ്റകൾക്കും. അവർ വല്ലാതെ മെലിഞ്ഞു പോയിരിക്കുന്നു. അവർക്ക് കുറെ ഓണനിലാവ് ഉദിച്ചിട്ടില്ല. അവരുടെ മാവേലി വന്നിട്ടില്ല. അവരുടെ ശലഭങ്ങൾ പൂവ് തേടി വരുന്നില്ല. അവരുടെ നടുമുറ്റങ്ങളിൽ അത്തപ്പൂക്കളമില്ല. കഴിഞ്ഞ 10 വർഷത്തെ ഓണത്തിന് സഖാക്കൾ എന്തൊരു പൂവിളിയും തെറിവിളിയുമായിരുന്നു. കഴിഞ്ഞ 10 വർഷത്തെ ഓണത്തിന് സഖാക്കൾ എന്തോരം പൂവിളിയും തെറിവിളിയുമായിരുന്നു. ഓണനിലാവായി അവരുടെ മനസ്സിൽ ഉദിച്ചു നിന്ന പിണറായി സൂര്യൻ കരിഞ്ഞു പോയിരിക്കുന്നു. സപ്താശ്വരഥമേറി വരുന്ന ഒരു വെളുത്തു സുന്ദര ഭൂപാളനായിരുന്നു അവരുടെ പിണറായി. ആ മെതിയടി ഒച്ചയ്ക്കായി അവരിപ്പോഴും കാത്തിരിക്കുകയാണ്. പക്ഷേ ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്നറിയാവുന്ന സഖാക്കൾക്ക് എങ്ങനെ ഈ ഓണം ആഘോഷിക്കാൻ കഴിയും? നിറകണ്ണുകളോടെ അല്ലാതെ ഒരുരുള ചോറുണ്ണാൻ അവർക്ക് കഴിയുന്നില്ല. സഖാക്കളിടുന്ന പോസ്റ്റുകളിലെല്ലാം പറയുന്നത് വിലക്കയറ്റം കൊണ്ട് ജനം പൊറുതി മുട്ടുന്നതായും സാധനങ്ങൾക്ക് തീ വിലയാണെന്നുമാണ്. സഖാക്കൾ ഇപ്പോൾ വെണ്ടയ്ക്ക, മുരിങ്ങയ്ക്ക, കത്രിക, കാബേജ്, പാവയ്ക്ക, കോവയ്ക്ക, കിഴങ്ങ് എന്നിവയുടെ വില നിലവാരമൊക്കെ എഴുതി പ്രദർശിപ്പിച്ച് തുടങ്ങിയിരിക്കുന്നു. വെളിച്ചെണ്ണ വിലയുടെയൊക്കെ വില വിവരം കേട്ടാൽ നമ്മൾ ഞെട്ടും. പിണറായി ഭരിച്ചിരുന്ന കാലത്ത് ചീനച്ചട്ടിയിൽ പപ്പടം ഒന്ന് കാണിച്ചാൽ മാത്രം മതിയായിരുന്നു. അത് കൊമളിച്ച് മൊരിഞ്ഞു വീർത്ത് വരുമായിരുന്നു. വെളിച്ചെണ്ണയുടെ ആവശ്യമേ ഇല്ല. സതീശൻ സർക്കാർ വന്നതിന് ശേഷം പടവലങ്ങയ്ക്കൊക്കെ ഉണ്ടായ മാറ്റം ഒന്ന് നോക്കൂ. അതിപ്പോൾ കീഴോട്ടല്ല വളരുന്നത്, മേലോട്ടാണ്. ഉണ്ടശർക്കരയുടെ വിലയാണ് സഖാക്കളെ വിഷമിപ്പിക്കുന്ന മറ്റൊന്ന്. പിണറായി യശ്മാൻ ഭരിക്കുന്ന കാലത്ത് കുഴച്ചു കമഴ്ത്തിയ മണ്ണപ്പത്തിന് പോലും അവർക്ക് ഉണ്ടശർക്കരയുടെ മധുരമായിരുന്നു. CPM-കാർ അവതരിപ്പിക്കുന്ന വിലവിവര പട്ടികയിലെ പഞ്ചസാര വില കേട്ടാൽ നമ്മൾ ഞെട്ടും. സത്യത്തിൽ ഇവർ ഏത് വിപണിയിൽ നിന്നാണ് ഈ സാധനമൊക്കെ കൂടിയ വിലയ്ക്ക് വാങ്ങുന്നതെന്നാണ് നമുക്കറിയാത്തത്. സഖാക്കൾക്ക് സാധന സാമഗ്രികൾ വാങ്ങാനായി കൂടിയ വിലയ്ക്ക് ഇവിടെ മറ്റൊരു വിപണി പ്രവർത്തിക്കുന്നുണ്ടാകുമോ? നമ്മുടെ MP രാജേഷ് എക്സൈസ് വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ കഴിഞ്ഞ ഓണത്തിന് മിന്നൽ ബ്രാൻഡ് റം ഇറക്കുന്നതിനെ പറ്റിയായിരുന്നു ഇവിടെ ആലോചന. ബിവറേജസിനെ പറ്റി മാത്രമേ ചിന്തകളുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ജനങ്ങൾ പറയുന്നത് സപ്ലൈകോയുടെ ഓണച്ചന്തകളെ പറ്റിയാണ്. എന്തിനേറെ മറ്റുള്ളവർ പറയുമ്പോഴല്ലേ ഇവർക്ക് വിശ്വസിക്കാൻ പ്രയാസം. പിണറായി ഒരു കാലത്ത് വേതാളത്തെ ചുമ്മി നടക്കും പോലെ കാറിൽ കയറ്റി കൊണ്ടു നടന്നയാളാണല്ലോ വെള്ളാപ്പള്ളി നടേശൻ സാറ്. അദ്ദേഹം കഴിഞ്ഞ ഓണക്കാലത്ത് പറഞ്ഞത് പാറ്റയ്ക്കും പല്ലിക്കും തിന്നാനുള്ള സാധനം പോലും സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിൽ ഇല്ല എന്നായിരുന്നു. ഇപ്പോഴല്ലേ വെള്ളാപ്പള്ളിക്ക് കയ്പായത് അന്ന് ത്രിമധുരമായിരുന്നു. എന്നിട്ടും ആ നഗ്നസത്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. CPM നേതാക്കൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിച്ചു തുടങ്ങിയ ഒരു അടുക്കളയാണ് മുഹമ്മദ് റിയാസിൻ്റേത്. അടുക്കളയിൽ പാത്രങ്ങളെല്ലാം കാലിയായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. PR കൊട്ടേഷൻ കൊണ്ട് അടുക്കളയിലെ കാലിയായ പാത്രങ്ങൾ നിറയ്ക്കാനാകില്ലത്രേ. അദ്ദേഹത്തിൻ്റെ കാലത്ത് റീൽസ് കൊണ്ടാണ് നിറച്ചത്. സാധനങ്ങളുടെ തീവിലയിൽ പൊള്ളുന്നത് സാധാരണക്കാരുടെ കുടുംബ ബജറ്റാണ് പോലും. അവരുടെ ജീവിതാനുഭവത്തെ മറികടക്കാൻ PR ഏജൻസികൾ പടച്ചുവിടുന്ന കണക്കുകൾക്ക് കഴിയില്ലെന്നും റിയാസ് പറയുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഭരണകാലത്തെ സമ്പൽ സമൃദ്ധിയുടെ കഥകളും എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഓണക്കാലത്ത് ഇത്രയേറെ തെറി മേടിച്ച് കിട്ടിയ ഒരു മരുമകൻ കേരളത്തിൽ വേറെ കാണില്ല. സഖാവിൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ ഏതാണ്ട്
787 പേർ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുത്തൻ റിയാസിൻ്റെ പോസ്റ്റിനെ അനുകൂലിക്കുന്നില്ല. റിയാസിനെ ഇഷ്ടമുള്ള ഒരൊറ്റ കമ്മികളും ആ കോഴിക്കോട്ട് അങ്ങാടിയിൽ പോലുമില്ലേ? കഴിഞ്ഞ തവണത്തെ ഓണത്തിന് പെണ്ണുങ്ങളൊരു തുടുപ്പെടുത്ത് കലത്തിലിട്ട ശേഷം ആർപ്പോ ഇറോ പിണറായി എന്ന് പറയുമ്പോഴേക്കും അരി നല്ല വെന്ത് പൊലിച്ച് തുമ്പപ്പൂ ചോറ് പൊന്തി വരുമായിരുന്നു. അടുപ്പ് കത്തിക്കുക പോലും വേണ്ടിയിരുന്നില്ല. ഒരൊറ്റ ചോറെടുത്ത് ഞെക്കി നോക്കുമ്പോൾ തന്നെ മുഴുവൻ ചോറിൻ്റെയും പറയാമായിരുന്നു അക്കാലത്ത്. എന്നാൽ സതീശൻ സർക്കാർ വന്നതിന് ശേഷം തീ വില കൊടുത്ത് അരി വാങ്ങി അടുപ്പിലിട്ട് ഊതിപ്പറ്റിച്ച് വാർത്തെടുത്ത് ഓരോ അരിമണിയും എടുത്ത് ഞെക്കി നോക്കണം പറയണമെങ്കിൽ. കണ്ടോ വ്യത്യാസം? അടുക്കളയിൽ നിൽക്കുന്ന പെണ്ണുങ്ങൾ അനുഭവിച്ചു കൊള്ളുക. ഉത്രാട ദിവസമായിട്ടും പാതാളത്തിൽ നിന്ന് അനക്കമൊന്നുമില്ല എന്നാണ് AKG സെൻറ്ററിൽ നിന്നുള്ള വാർത്താക്കുറിപ്പ് പറയുന്നത്. എങ്ങനെയോ പാതാളത്തിലേക്ക് ഒരു കരക്കമ്പി പോയിരിക്കുന്നു. ഇവിടെ ഭരണം മാറി. അങ്ങയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയത് ഒരു നുണയനായിരുന്നല്ലോ. അതുപോലൊരു നുണയനുണ്ട് ഈ കേരളത്തിലും. അദ്ദേഹം നുണ പറഞ്ഞ് പിണറായി സർക്കാരിനെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി കളഞ്ഞു. അതിൻ്റെ ബാക്കി ചവിട്ട് എടുത്തിട്ട് ചവിട്ടി. ഇപ്പോഴദ്ദേഹമാണ് ക്ലിഫ് ഹൗസിൽ വാഴുന്നത്. ഈ കമ്പി കിട്ടിയതിന് ശേഷമാണ് മഹാബലി മനസ്സു മാറ്റിയതും ഇങ്ങോട്ടുള്ള വരവ് അവസാന നിമിഷം വേണ്ടെന്ന് വെച്ചതുമെന്നാണ് അവർ പത്രക്കുറിപ്പിലൂടെ അറിയിക്കുന്നത്.